എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചി ആണെങ്കിൽ വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തുന്ന സമയത്ത് രേവതിയെ തിരക്കാണ്. അപ്പം അവൾ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ ഇത്രയും സമയമായില്ലേ, അവൾ എവിടെ പോയതാണ്, അവൾ വീട്ടിൽ പോയതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോനെ അച്ഛൻ അറിയില്ല, അച്ഛൻ വിചാരിച്ചത് നീയുമായിട്ട് പുറത്തെങ്ങാനും പോയതായിരിക്കുമെന്നാ. എന്തായാലും മോളുടെ വീട്ടിലേക്കോ അല്ലെ മോളുടെ ഫോണിലേക്കോ ഒന്ന് വിളിച്ചു നോക്ക്, അവൾ അങ്ങനെ ആരോടും പറയാതെ ഇങ്ങോട്ട് പോകില്ലല്ലോ. അങ്ങനെ രവി പറഞ്ഞതും സച്ചി ആണെങ്കിൽ ഉടനെ ഫോൺ എടുത്തു രേവതിയുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോഴത്തേക്കിനും ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് സച്ചി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും രവി വന്ന് പറയുന്നുണ്ട്, മോനെ നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഒരു കാര്യം ചെയ് മോനെ, ഇപ്പൊ തന്നെ രേവതിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയോ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, അതെ ഇവിടെ നിന്റെ ഭാര്യക്കല്ലെങ്കിലും കുറച്ച് കറക്കം കൂടുതലാണ്. ഇപ്പൊ ഇവിടെ രണ്ട് മരുമക്കള് വേറെ വന്നിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ വർഷയെയും അതുപോലെ തന്നെ ശ്രുതിയെയുമാണ് ചന്ദ്രമതി ഉദ്ദേശിക്കുന്നത്. ഇവര് രണ്ടുപേരും കൂടി വന്നതുകൊണ്ട് അവൾക്ക് ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ കഴിയല, അതുകൊണ്ട് അവൾ മനഃപൂർവ്വം മാറി നിന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചിയാണെങ്കിലോ അതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോകുന്ന വഴിയാണെങ്കിൽ സച്ചിയാണെങ്കിൽ നമ്മുടെ ദേവുവിനെ വിളിച്ചു. ദേവു പറയുന്നുണ്ട്, ഏട്ടാ ചേച്ചി ഇവിടെ വന്നിട്ടില്ല, എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല, ഒരു കാര്യം ചെയ്യ്, ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ചേച്ചി പൂ കൊടുക്കുന്ന കടയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഏതെങ്കിലും വീട്ടിലോ ഒന്ന് അന്വേഷിച്ച് നോക്കെന്ന് പറയുക. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതി പൂ കൊടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം തുടങ്ങി. അപ്പം സച്ചിക്ക് കൂട്ടായിട്ട് സച്ചിയുടെ ഒരു കൂട്ടുകാരനും ഉണ്ട്. രണ്ടുപേരും കൂടി ബൈക്കും എടുത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയം നമ്മുടെ രവിക്കാണെങ്കിലോ സമാധാനം നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ ഇന്നേ രേവതി വെച്ച ഫുഡൊന്നും അല്ല ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇന്ന് എൻ്റെ ശ്രുതിമോൾ അടുക്കളയിൽ കയറി എന്ത് ടേസ്റ്റുള്ള ആഹാരമാണ് അവൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ദേ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന നേരത്ത് ഇത് വന്ന് കഴിക്കെന്നും പറഞ്ഞ് ചന്ദ്ര അവനെ വിളിക്കുമ്പോഴത്തേക്കിനും രവി പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, എൻ്റെ മരുമകളെയാണ് കാണാതായിരിക്കുന്നത്, അവൾ എവിടെ പോയി, അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ചന്ദ്രേ, നീ അവിടെ ഇരുന്ന് കഴിച്ചോന്നും പറഞ്ഞ് ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുകയാണ്. അല്ലേലും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, നിങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബോധം ഇല്ലാന്നും പറഞ്ഞ് ചന്ദ്രമതി നമ്മുടെ ശ്രുതി ഉണ്ടാക്കിയ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ ശ്രുതി ഉണ്ടാക്കിയത് സാമ്പാറാണോ രസമാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ സുധി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മോളെ ദേ നീ ഇന്ന് ഉണ്ടാക്കിയ രസം ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം അയ്യോ അമ്മ അത് രസമല്ല, അത് സാമ്പാറാണെന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ നെറുകയിൽ ആ ഭക്ഷണം കയറുകയാണ്. പെട്ടെന്ന് തന്നെ സുധിയാണെങ്കിലോ പതിയെ രണ്ട് തട്ടൊക്കെ കൊടുത്ത് ചന്ദ്രമതിയെ ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ചു അവിടെ ഇരുത്തി. എൻ്റെ പൊന്നു ശ്രുതി, നീ ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പം ഞങ്ങൾ ചെയ്യാന്നും പറഞ്ഞ് ചന്ദ്രമതി തലക്ക് കൈ കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയെ കുറ്റം പറഞ്ഞാൽ ശ്രുതിക്ക് പിടിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, അതേ അമ്മ ഇത്രയും നല്ലൊരു ഫുഡ് ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് കഴിച്ചിട്ടില്ല, അച്ഛാതെ ഇതൊന്ന് കഴിച്ചു നോക്ക്, ശ്രുതിയുടെ കൈപ്പുണ്യം അച്ഛൻ അറിയാമെന്നും പറഞ്ഞ് രവിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക. ദേ നിന്നോടൊക്കെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, എനിക്ക് രേവതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ സമാധാനമാകില്ല എന്ന് പറഞ്ഞ് രവി വീണ്ടും ദേഷ്യപ്പെട്ടു. ചന്ദ്രമതി പറയുന്നുണ്ട്, ഈ വീട്ടിലെ അടുക്കളപ്പണിയൊന്നും ചെയ്യാൻ കഴിയലഞ്ഞിട്ട് നിങ്ങളുടെ മരുമകൾ ഇവിടുന്ന് മുങ്ങിയതാണ്, എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്ന് അവസാനമാകുമ്പോൾ ഇങ്ങ് വന്നോളൂ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ ഇതാ കൂട്ടുകാരനും എവിടെയൊക്കെ അന്വേഷിക്കാവോ അവസാനം എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ അന്വേഷിച്ചു, ഇനി എങ്ങും അന്വേഷിച്ചിട്ടും രേവതിയെ കുറിച്ചിട്ടും ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അവസാനം എന്താ ഒരു ഗണപതി ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തിയതും ഈ ക്ഷേത്രത്തിലേക്കാണ് അവൾ മിക്കവാറും പൂക്കൾ കൊണ്ടുവന്ന് തരുന്നത്. ഭഗവാനെ എന്നെ കൈവെടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി പ്രാർത്ഥിക്കുകയാണ്. സച്ചിക്ക് രേവതിയോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അവന്റെ ആ ഒരു പ്രാർത്ഥനയിലും സങ്കടത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ സച്ചി ഒരെത്തും പിടിയും കിട്ടാതെ അവിടെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാരൻ പറയുന്നുണ്ട്, ബാ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം, ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് രേവതി എങ്ങാനും വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞ് സച്ചിയും കൂട്ടി കൂട്ടുകാരൻ വീട്ടിലെത്തുമ്പോഴത്തേക്കിനോ നമ്മുടെ രവി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മരുമകളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതിന്റെ ടെൻഷനിൽ നടക്കുമ്പോഴത്തേക്കിനും അച്ഛാ ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, അവൾ എവിടെ പോയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല
എന്നും പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴത്തേക്കിനും ശ്രുതി പറയുന്നുണ്ട്, അതെ ഇന്ന് രാവിലെ സച്ചിയും രേവതിയും തമ്മിൽ ചെറിയ വഴക്കൊക്കെ നടന്നല്ലോ. ഇനി ആ വഴക്ക് കാരണം അവൾ ഇവിടെ നിന്നെങ്ങാനും ഇറങ്ങിപ്പോയതായിരിക്കുമോ? അങ്ങനെ ശ്രുതി പറയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ അപ്പൊ അത് തന്നെയാണ് സംഭവം. ദേ ഇവനുണ്ടല്ലോ, ഇവൻ അങ്ങനെയൊക്കെ രേവതിയോട് സംസാരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി ആ കാര്യം ആലോചിച്ചു, രാവിലെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ തന്നെ. അപ്പോൾ അവന് മനസ്സിലായി, ദൈവമേ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ താൻ അവളോട് മോശമായിട്ടാണല്ലോ സംസാരിച്ചത്, അവൾ തൻ്റെ തലയിലായെന്നൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ഇത്തവണയും താൻ ആവർത്തിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ആലോചിക്കുക. അച്ഛാ, ഇനി അതെങ്ങാനും ആലോചിച്ചിട്ടാണോ അവൾ വീട്ടിൽ നിന്ന് പോയത്? ഇനി അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു പേടി നമ്മുടെ സച്ചിക്ക് വരികയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, മോനെ നീ ടെൻഷൻ അടിക്കണ്ട, ദേ ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണമെന്ന്. അങ്ങനെതാ നമ്മുടെ സച്ചി സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, രേവതിയുടെ അനിയൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്, അതും നമ്മുടെ സച്ചിക്കെതിരെ. അപ്പൊ പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഇങ്ങനെ ആലോചന വന്നു, ഇവൻ എന്തിനാപ്പ എന്റെ ഭാര്യയെ കാണാതെ പോയതിന് ഇവൻ എന്തിനാ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്? അതെ, നിങ്ങൾ എൻ്റെ ചേച്ചിയെ വിഷമിപ്പിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെയുള്ള കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ വന്നതെന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കിനും സച്ചിക്ക് ദേഷ്യം വന്നു. എടാ, അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെ ഞാൻ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നതെന്നും പറഞ്ഞ് സച്ചി അവൻ്റെ നേരെ തട്ടിക്കയറാൻ തുടങ്ങുമ്പോഴത്തേക്കിനും കൂട്ടുകാരൻ വന്നു, അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. പിന്നീട് ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ആലോചിച്ച് സച്ചി ആണെങ്കിൽ വിഷമിക്കുകയാണ്. അവസാനം സച്ചി ഇതാ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അകത്ത് നിന്നും നമ്മുടെ രേവതിത വെള്ളം കുടിക്കുന്ന കാഴ്ച സച്ചി കാണുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചിക്ക് ദേഷ്യമാണ് വന്നത്. സച്ചി ഓടിപ്പോയി അവളോട് ചോദിക്കുന്നുണ്ട്, എടി ഇത്രയും സമയം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, അതിന് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പം, എടി മനുഷ്യന്റെ ജീവൻ എടുത്തിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുക. അപ്പം പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ രവിയും ഒക്കെ ഓടി വന്നു. രവി പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ വിളിക്കാൻ ഫോൺ എടുക്കുമായിരുന്നു, നീ ഇപ്പൊ വന്നല്ലോ, അവളിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, അതെ എടാ, ഇവളുടെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാടാ സംസാരിക്കേണ്ടത്, അല്ലാതെ നീ ഇങ്ങനെ മര്യാദ രീതിക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്താ പറയുന്നത്? അവൾക്ക് ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ കഴിയലഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ സച്ചി ആണെങ്കിലോ ഓടി വന്ന് നമ്മുടെ രേവതിയെ, ചന്ദ്ര ഓർക്കും ഇപ്പൊ തല്ലുവന്ന്, പക്ഷേ സച്ചി അവളെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് കരയാണ്. ഞാൻ എത്രമാത്രം പേടിച്ചു പോയെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിലോ ഇവിടെ ഇത്രയും വലിയ പൊല്ലാപ്പുകളൊന്നും നടന്നത് പുള്ളിക്കാരി അറിഞ്ഞിട്ടേ ഇല്ല. സച്ചിയുടെ ഈ ഒരു വെപ്രാളവും അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾ ശരിക്കും പേടിച്ചു പോയല്ലേ എന്ന് രേവതി ചോദിക്കുകയാണ്. അതെ, ഞാൻ പേടിച്ചു വല്ലാതെ ആയി പോയി. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ, അവസാനം ബീച്ചിലും അതുപോലെ റോഡിലൊരു ആക്സിഡന്റ് നടന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ തിരക്കി, അവിടെ ഒന്നും എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു സച്ചി ഒരേ കരച്ചിൽ കരയുക. അപ്പൊ ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ രവിയും അതുപോലെ ചന്ദ്രമതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും ഒക്കെ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇത്രയും നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻ ഇവർ പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പം ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ ചേട്ടാ, ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതും നമ്മുടെ സച്ചി ആണെങ്കിൽ നോർമലായി. സച്ചി അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി നിൽക്കുന്ന ആ ഒരു സമയത്ത് ശ്രുതി ചന്ദ്രമതി ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇത്രയും സമയം നീ എവിടെ ആയിരുന്നു എന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ രേവതി അത് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ചന്ദ്രമതി വീണ്ടും പറഞ്ഞു, അതെ ഈ വീട്ടിലെ വീട്ടുപണിയൊന്നും ചെയ്യാൻ കഴിയലഞ്ഞിട്ട് എവിടെയൊക്കെ ഇറങ്ങി നടക്കാൻ പോയതല്ലേ, സത്യം പറയടി നീ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കും ദേഷ്യം വന്നു. ഞാനൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് സമാധാനമായിട്ട് കേൾക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പോയത് വർഷയോട് പറഞ്ഞിട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ വർഷയാണെങ്കിലോ എന്നോടോ എപ്പോൾ പറഞ്ഞു? അപ്പം അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർഷയ്ക്ക് ഒരു ഫോൺ കോൾ വന്നായിരുന്നു. അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതിക്ക് പൂ കെട്ടാനായിട്ടുള്ള ഓർഡർ വന്നെന്നും അതൊരു ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെ 10,000 രൂപ സമ്പാദിക്കാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞ് ഇവള് ആ പൂ കെട്ടാൻ വേണ്ടിയിട്ട് വർഷയോട് യാത്ര പറഞ്ഞാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർഷയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചത് കൊണ്ട് രേവതി പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല. അപ്പം അതൊക്കെയാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം. പക്ഷേ
ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്